ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ, ദുബായിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ തീർച്ചയായിട്ടും വിളിക്കും, അല്ലെങ്കിൽ നമ്മളെ വന്ന് കാണും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരില്ലേ, അവരാരും വന്നിട്ടില്ല, അവരാരും കോൾ ചെയ്തിട്ടുമില്ല. ഓക്കെ, എന്തായി, എങ്ങനെയാണ്, ഒരു ഫസ്റ്റ് ജേർണി ആയിരുന്നു എബ്രോഡിലേക്ക്, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ജേർണി ആയിരുന്നു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ വിചാരിക്കില്ലേ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇന്ന ആൾക്കാർ നമ്മളെ വിളിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ട്, ജസ്റ്റ് അവിടെ എങ്ങനെ ഉണ്ട്, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ. അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാൾ പോലും എന്നെ കോണ്ടാക്ട് ചെയ്യോ ഈവൻ ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല ഗൈസ്. വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒന്ന് പറയാൻ വേണ്ടി പോണത്, ദുബായിൽ വന്നിട്ട് ഞാൻ 1 വീക്കായി. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് എക്സ്പീരിയൻസസും കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോണ കണ്ടൻറ്റ്സ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ജേർണി, അതുപോലെ തന്നെ ഇവിടെ എയർപോർട്ട് എൻട്രി, ഫസ്റ്റ് റൈഡ് ഇൻ ദുബായ്, ടാക്സി, അതുപോലെ തന്നെ ഇവിടുത്തെ ഫസ്റ്റ് ഫുഡ്, റൂം ടൂർ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് ഷെയറിങ് ഡീറ്റെയിൽസും, പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് റിയാക്ഷൻ ദുബായ്, എവിടെയും ലക്ഷറി ഗൈസ്. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വിളിച്ചതിൻ്റെ ഡീറ്റെയിൽസും, മലയാളി സ്നാക്സും, അതുപോലെ തന്നെ നോയൽ കാർഡിൻ്റെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും, മെട്രോ ക്ലീനിങ്ങും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്രൗഡും, കുക്കിങ്ങും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോണേ. ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, കാരണം ഫുൾ ബ്ലറായിട്ടാവും കാണുന്നുണ്ടായിരിക്കുക. കണ്ടോ, ബ്ലറായിട്ടാണ് കാണുന്നത്. അത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ബ്ലർ ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കണ്ടന്റ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഈ ഒരു കണ്ടന്റ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത്. ഓക്കെ, അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് വീഡിയോസ് ഇങ്ങനെ ഡിലേ ആയിട്ട് വരുന്നത്. കാരണം ഇതൊരു ബെഡ് സ്പേസ് ആണ്. ഇവിടെ ഒരു 8 പേരാണ് ഉള്ളത്, 8 ഷെയറിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആൾ, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, പാർട്ട് ടൈം ഉണ്ട്, മോർണിംഗ് നേരത്തെ പോകുന്ന ആൾക്കാർ, അങ്ങനെയാണ്. അപ്പോൾ എനിക്കിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ചില ആൾക്കാർ കിടന്ന് ഉറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ എന്താ പറയുക കോളിങ്ങും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ള ഒരാളാണ്, അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളുണ്ട്. പിന്നെ അവർ വർക്ക് കഴിഞ്ഞ് വരുന്ന ആൾക്കാരല്ലേ, അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ പെരുന്നാളിലെ ലീവും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇപ്പോൾ ആരുമില്ല. അപ്പോൾ ആ കിട്ടിയ ചാൻസിലാണെന്ന് ഞാൻ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കണ്ടൻറ്റൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ഇതാണ് എൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ദുബായിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണണം, മസ്റ്റായിട്ട് കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ ദുബായിൽ ഞാൻ ഇന്നേക്ക് വന്നിട്ട് കറക്റ്റ് 7 ദിവസമായിട്ടുണ്ട്, അതായത് 1 വീക്ക് ആയിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് ചിന്തിക്കണ പോലെയും കാര്യങ്ങളൊന്നും അല്ല, ഇവിടെ വരുമ്പോൾ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. പിന്നെ നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഓക്കെ, നമ്മൾ എന്താ പറയുക, നമ്മുടെ വീട് പോലെയോ നമ്മുടെ നാട് പോലെയോ ഒന്നുമല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അഗെയിൻ വെൽക്കം ബാക്ക്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് മോർ ഡീറ്റെയിൽസിനും കാര്യങ്ങളൊക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നതായിരിക്കും. പിന്നെ ഇൻഫോ പാക്കത്തെയും ടെക്നോ പാക്കത്തെയും ജോബ് അലേർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, പക്ഷേ എനിക്ക് അതിനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഓക്കെ, പിന്നെ എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേറെ ഒറ്റ ഫോണാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. വീട്ടിലാകുമ്പോൾ എനിക്ക് ലാപ്പോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു, അതൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെ ശരിയാകുമ്പോഴേക്കും ഞാൻ വീഡിയോ ഇടാം. തീർച്ചയായിട്ടും ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ട്. കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, ഇൻസ്റ്റയിൽ DM ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇൻഫോ പാർക്കിലെ വീഡിയോസ് ചെയ്യില്ലേ, ദുബായിലെ വ്ളോഗ് മാത്രമാണോ? കാരണം ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ദുബായിലെ വ്ളോഗ് മാത്രമേ ഇടുന്നുള്ളൂ. കാരണം എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഇങ്ങനെ വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് മാത്രമാണ് ഇടാത്തത്. തീർച്ചയായിട്ടും പുതിയ അപ്ഡേഷൻസ് ഞാൻ തീർച്ചയായിട്ടും ജോബിനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ജേർണി, തീർച്ചയായിട്ടും നമ്മളെ ഫസ്റ്റ് ജേർണി പറയുന്നത് എന്താ പറയുക, എപ്പോഴും ഭയങ്കര സ്പെഷ്യലായിട്ടുണ്ടായിരിക്കും. അങ്ങനെ തന്നെയാണ് എനിക്കും. അതിൻ്റെ വലിയൊരു വ്ളോഗ് തന്നെ ഞാൻ നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ ജേർണി പറയുന്നത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി, ഭയങ്കര പേടിയായിരുന്നു.
ആയിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മുടെ ഫസ്റ്റ് ജേർണി എപ്പോഴും മെമ്മറബിൾ ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വിൻഡോ സീറ്റിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ പൊന്തി പോകുമ്പോൾ താഴോട്ട് നോക്കുന്ന സമയത്തൊക്കെ കുഞ്ഞിതായിട്ട് ഇങ്ങനെ കാണില്ലേ, വീടാണെങ്കിലും ഓരോരോ ഫ്ലാറ്റ് ആണെങ്കിലും പിന്നെ പച്ചപ്പാണെങ്കിലും പിന്നെ ഇങ്ങനെ പൊങ്ങി നമ്മൾ മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. നിങ്ങളൊരു വട്ടം പോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് ഭയങ്കര പേടി എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, ഫ്ലൈറ്റ് ഇങ്ങനെ ആകാശത്ത് കൂടെ ഇങ്ങനെ പോകുന്നു, അത് പെട്ടെന്ന് താഴേക്ക് വീഴുമോ, അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് നമ്മൾ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കടലിൽ വീണ് ചാവുമോ, ഇതൊക്കെയായിരുന്നു എൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അനിയൻ്റെ വകയും ഏട്ടൻ്റെ വകയും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു കിളി വന്ന് ഇടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ക്രാഷായി പോകും, അതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷെ ഇങ്ങനെ പേടിയുള്ള ആളുടെ അടുത്ത് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ആരെങ്കിലും ഫ്ലൈറ്റ് റാഞ്ചി കൊണ്ടായാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ആൻറ്റിയും ആൻറ്റിയുടെ ഫ്രണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ കംഫർട്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, നമ്മളിങ്ങനെ മേഘത്തിൻ്റെയൊക്കെ മുകളിലൂടെ ഇങ്ങനെ പറന്ന് പോണ സമയത്ത് നമ്മൾ ആ ഒരു എ സിയിൽ എന്താ പറയുക, ഒരു തണുപ്പുണ്ടാവുമല്ലോ, എ സി ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ടാവില്ലേ, ആ ഒരു തണുപ്പും നമ്മൾ വിൻഡോ സീറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യൂവും പിന്നെ നമ്മൾ നല്ല ചൂടായിട്ട് അതിന് ഇങ്ങനെ ഫുഡ് കഴിക്കില്ലേ, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കേട്ടോ. ഫ്ലൈറ്റിൽ ഫുഡ് കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഓക്കെ, ഭയങ്കര എക്സ്പെൻസ് ആണ് ഫ്ലൈറ്റിലത്തെ ഫുഡ് എന്ന് പറയുന്നത്. ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചിക്കൻ സ്പൈസി നൂഡിൽസ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഒന്നും പറയാമല്ലോ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എൻ്റെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു കഴിച്ച എക്സ്പീരിയൻസ് നല്ല സൂപ്പറായിരുന്നു. അതാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഓക്കെ, പിന്നെ പറഞ്ഞത് ഇവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഉള്ളൊരു കാര്യം പറയുമ്പോൾ, ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ വേറെ വ്ളോഗാണ്. ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ദുബായ് എയർപോർട്ട് കാണുമ്പോൾ നമ്മൾ ഫുൾ എന്താ പറയുക, വണ്ടറായിപ്പോവും. നമ്മളെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഞാനിപ്പോഴും നമ്മുടെ അടുത്ത് അങ്ങനെ പറയാം, ഇവിടെ പോകുമ്പോൾ അതിപ്പോൾ മെട്രോയിൽ പോവുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ ദുബായ് എയർപോർട്ട് ഇങ്ങനെ കാണുമല്ലോ, എയറോപ്ലെയിനൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കുന്നുണ്ടാവില്ലേ അവിടെ. എനിക്ക് എത്ര എയറോപ്ലെയിൻസും എനിക്ക് അങ്ങനെ കാണുമ്പോഴേ നമ്മുടെ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, എനിക്ക് ആ ഒരു എയറോപ്ലെയിൻ ഇങ്ങനെ വാല് പോലത്തെ അങ്ങനെ കാണുമ്പോൾ എന്താ പറയുക ടിവിയും കാലത്തിൻ്റെയൊക്കെയാണ് ഓർമ്മ വരുന്നത്. എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെയാണ് ഫ്ലൈറ്റിനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. അതിങ്ങനെ ഫ്ലൈ ചെയ്ത് പോകണതും ഇങ്ങനെ ലാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നതും ഏതൊക്കെ ഫ്ലൈറ്റ് നോക്കി എത്ര എമിറേറ്റ്സ്, അതുപോലെ എന്താ പറയുക ഫ്ലൈ ദുബായ്, അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഇന്ത്യൻ ഫ്ലൈറ്റ് ഉണ്ട്, എല്ലാ ഫ്ലൈറ്റും ഇങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ എമിറേറ്റ്സ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇങ്ങനെ എത്ര ഫ്ലൈറ്റ് എനിക്ക് അതിങ്ങനെ പറയുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാനിപ്പോഴും മെട്രോയിൽ പോകുമ്പോൾ ഞാനതിങ്ങനെ നോക്കി പോകും. നമ്മളിങ്ങനെ പോകുമ്പോൾ 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മുടെ നാട്ടിൽ ബസ് ഉണ്ടാവില്ലേ, ഒരു കുറച്ച് ഉള്ളേരിയേക്ക് 5 മിനിറ്റ് കൂടുമ്പോൾ ബസ്സുള്ള പോലെ തന്നെ 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ മെട്രോയിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ കാണാം ഈ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പൊന്തി ഫ്ലൈ ചെയ്ത് ഇങ്ങനെ പോകണം. അപ്പോൾ നമ്മുടെ അടുത്ത് പറയും, അമ്മേ നമ്മുടെ നാട്ടിൽ ബസ് പോണ പോലെയാണ് ഇവിടെ ഫ്ലൈറ്റ് പോണത്. അതൊക്കെ വേറെ നമ്മൾ വന്ന ആൾക്കാർക്കുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു രസമുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും എല്ലാം നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ടാക്സിയാണ് വിളിച്ചത് കേട്ടോ. ടാക്സി വിളിച്ച സമയത്ത് അവരുടെ ആ ഒരു ബിഹേവിയങ്ങും നമ്മളുള്ള ഒരു ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ എന്തൊരു രസമാണെന്നറിയോ. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, നല്ല റെസ്പെക്ട്ഫുള്ളായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ അതെന്ന് പറയുമ്പോൾ അതൊക്കെ വേറെ ലെവലാണ്. നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അത്. നമ്മളെ ഒരു ഇൻട്രാക്ഷനും നല്ല പൊളൈറ്റായിട്ടുള്ള സംസാരവും കാര്യങ്ങളും നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നതും നമ്മളെ ലൊക്കേഷനിലേക്ക് എത്തുന്നതും. നമുക്ക് ചില്ലറല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. നാട്ടിലാണ് സമയത്ത് നമ്മൾ ഓട്ടോയിൽ പോയിട്ട് നമ്മൾ ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു 500 നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ചില്ലറല്ല കൊണ്ട് അവരിങ്ങനെ ഇരിക്കില്ലേ. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ എനിക്ക് തോന്നുന്നു എന്താ പറയുക, എത്ര എമൗണ്ട് കൊടുത്താലും എത്ര ദിർഹംസ് കൊടുത്താലും അതിൻ്റെ ചേഞ്ച് തരണമെന്നുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ചേഞ്ച് ഉണ്ടായിരുന്നില്ല, എനിക്ക് 100 ദിർഹമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാറിൽ ഇരുത്തിയിട്ട് ആൾ പറഞ്ഞു ചേഞ്ച് ഇല്ല, ഞാൻ പോവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെന്നെ അവിടെ സൈഡാക്കി ഡ്രോപ്പ് ചെയ്തിട്ടില്ല, കാറ് അങ്ങനെ സൈഡാക്കി നിർത്തി. പോയി 3 ഷോപ്പിൽ പോയി, ചേഞ്ച് ഇല്ല. 4ാമത്തെ ഷോപ്പിൽ പോയി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ചില്ലറൊക്കെ വാങ്ങി ചേഞ്ചൊക്കെ വാങ്ങി വന്ന് നമുക്ക് ചേഞ്ച് കണ്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലല്ലോ ചേഞ്ച് ഉണ്ട്, എണ്ണി നോക്ക് കറക്റ്റ് അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കറക്റ്റ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ആളൊരു നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന ആ രീതിയൊക്കെ നല്ല ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഇവിടെ വന്ന ആൾക്കാർക്ക് പിന്നെ നാട്ടിൽ പോകാൻ തോന്നുമെന്ന് എനിക്കറിയില്ല. നമുക്കിവിടെ വന്ന് ജോബൊക്കെ സെറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ഇവിടെ നിൽക്കായിരിക്കും നല്ലതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴൊന്നും വരില്ല, ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെയാണ് നിൽക്കുക, എൻ്റെ ലൈഫ് ഇവിടെ തന്നെയാണ്. കാരണം ഇവിടുത്തെ ആ ഒരു ലക്ഷറി ലൈഫും കാര്യങ്ങളൊക്കെ ആരാണ് ആഗ്രഹിച്ച് പോകാത്തത് അല്ലേ ഗൈസ്? എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു ലൈഫായിരുന്നു ഇഷ്ടം. കൊച്ചിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ സെറ്റാണ്, നമുക്ക് ഇവിടെ ഷിഫ്റ്റ് ചെയ്യാം. എനിക്ക് കൊച്ചി പൊതുവെ ഇഷ്ടമല്ല, പക്ഷേ അവിടുത്തെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു IT പാർക്കൊക്കെ കാണുന്ന സമയത്ത് എന്താ പറയുക, ഇങ്ങനത്തെ ലൈഫാണ് ഞാൻ കണ്ടത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കണ്ടിരുന്ന ലൈഫ് ഇതാണ് ഗൈസ്. പിന്നെ ഞാൻ നാട്ടിൽ ആരടുത്തും പറഞ്ഞിട്ടില്ല വരുന്ന കാര്യം. 2-3 ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, വിസിറ്റിംഗ് വിസയിൽ വരുന്ന സമയത്ത് നമുക്ക് ജോബോ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് വേണം ജോബ് നോക്കാൻ. നമ്മളിങ്ങനെ വലിയ സംഭവത്തിൽ നമ്മളിങ്ങനെ പോവുകയാണ് എബ്രോഡ്. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, എബ്രോഡ് പോകുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ പറയും ഇങ്ങനെ എബ്രോഡ് പോവുകയാണ്, യാത്ര പറയാനൊക്കെ പോകും. ഞാൻ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ സ്റ്റോറി കിട്ടപ്പോൾ എൻ്റെ ഏട്ടൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അവർ മെസ്സേജ് അയച്ചു എവിടെയാണ് എന്താണ്. ഞാൻ ഭയങ്കരമായിട്ട് അതിൽ ഗ്രേറ്റ്ഫുള്ളാണ്. എൻ്റെ ഫ്രണ്ട്സ് എന്താ പറയുക, ഒരു അനിയത്തി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടല്ലോ. ജസ്റ്റ് അവർ പറഞ്ഞു, ജസ്റ്റ് എന്നല്ല, അവർ നമ്മളെ വിളിച്ച് പറഞ്ഞു ടെൻഷനൊന്നും ആവണ്ട, ഇവിടെ അടുത്തുണ്ട്, എന്താ പറയുക, ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ വരാം. എന്നിട്ട് അവരുടെ നമ്പർ ഷെയർ ചെയ്തു. ഞാൻ CV അയച്ചു കൊടുത്ത് അവർ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മേ ബി ഞാൻ അവർ നോക്കില്ല, അതൊന്നും എനിക്കറിയില്ല. വേറെ ജോബ് നമ്മളെ സജസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ റെഫർ ചെയ്യുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവർ നമ്മളെ വിളിച്ചല്ലോ. ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ, ദുബായിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ തീർച്ചയായിട്ടും വിളിക്കും, അല്ലെങ്കിൽ നമ്മളെ വന്ന് കാണും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരില്ലേ, അവരാരും വന്നിട്ടില്ല. അവരാരും കോൾ ചെയ്തിട്ടുമില്ല. ഓക്കെ, എന്തായി എങ്ങനെയാണ്, ഒരു ഫസ്റ്റ് ജേർണി ആയിരുന്നു എബ്രോഡിലേക്ക്, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ജേർണി ആയിരുന്നു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ വിചാരിക്കില്ലേ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇന്ന ആൾക്കാർ നമ്മളെ വിളിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ട്, ജസ്റ്റ് അവിടെ എങ്ങനെ ഉണ്ടോ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ. അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാൾ പോലും എന്നെ കോണ്ടാക്ട് ചെയ്യോ ഈവൻ ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല ഗൈസ്. ആ ഒരു സമയത്ത് എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ അവരിങ്ങനെ കോണ്ടാക്ട് ചെയ്യണമൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അവർ നമ്മളെക്കുറിച്ച് എത്ര ബോധേഡാണ്. നമ്മൾ വീട്ടിലൊക്കെ വരുന്ന സമയത്ത് നമ്മളെന്നെ കളിയാക്കിയിട്ട് ഓരോന്നൊക്കെ പറയും, പിന്നെ നിങ്ങൾ വലിയ ആൾ, അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കില്ലേ, ആ ഒരു വൈബ് ഉണ്ടായിരുന്നേ. പക്ഷെ അവർ നമ്മളിങ്ങനെ കോൾ ചെയ്ത് സംസാരിക്കുക അല്ലെങ്കിൽ മെസ്സേജ് സംസാരിക്കുക, നമ്മളെ ഇത്രയും കെയർ ചെയ്യുക, നീ പേടിക്കേണ്ട, ഞങ്ങളുടെ അടുത്തുണ്ട്, എന്തുണ്ടെങ്കിലും നീ വിളിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു സോ മച്ച്. ഇങ്ങനത്തെ കുറേ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാരും കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരാരും വിളിച്ചിട്ടോ മെസ്സേജ് അയച്ചിട്ടോ ഇല്ല. അതൊന്നും എനിക്ക് മനസ്സിലായി. നമ്മൾ വിചാരിക്കുന്ന കാര്യമാണ് നല്ല ലൈഫിൽ നടക്കുക എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ മെട്രോയിലാണെങ്കിലും ബസ്സിലാണെങ്കിലും നമ്മൾ ജോബ് നോക്കാൻ വേണ്ടി പോകുമ്പോൾ അങ്ങനെയാണ് പോവാം. ടാക്സി കുറച്ച് എക്സ്പെൻസ് ആണെങ്കിലും നമ്മൾ നോക്കുക എന്താണ്, മെട്രോ അതുപോലെ തന്നെ ബസ്. ഇവിടെ ബസ് അവൈലബിലിറ്റി ഉണ്ട്. മെട്രോ ആണെങ്കിലും നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതിന് നോയൽ കാർഡ് വേണം. നോയൽ കാർഡ് എടുക്കുക എങ്ങനെയാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാർഡ് നമ്മൾ റീചാർജ് ചെയ്തതിന് ശേഷമാണ്, ഒരു ATM രൂപത്തിലുള്ളതാണ് കാർഡ് വരുന്നത്. അപ്പോൾ അത് റീചാർജ് ചെയ്യുക. അത് വെച്ചിട്ടാണ് നമ്മൾ ആക്സസ് എടുത്തിട്ടാണ് മെട്രോയിലും ബസ്സിലും പോണതൊക്കെ. ബസ്സിലാണെങ്കിലും മെട്രോയിലാണെങ്കിലും ഫുഡും ഡ്രിങ്ക്സോ കാര്യങ്ങളൊന്നും കഴിക്കാൻ വേണ്ടി പാടില്ല. കഴിക്കാന്നുണ്ടെങ്കിൽ 200 ദിർഹംസ് പെനാൽറ്റിയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അപ്പോൾ തന്നെ ഇവിടെ കുറച്ച് റോഡിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കുറച്ച് പഠിച്ചു വരാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, നോയൽ കാർഡാണ് മസ്റ്റായിട്ട് ഒരു വിസിറ്റർ വന്നു കഴിഞ്ഞ് എടുക്കേണ്ട ഫസ്റ്റ് സംഭവമാണ് നോയൽ കാർഡ്. അപ്പോൾ കുറച്ച് പൈസ കൊടുത്ത് നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ നോയൽ കാർഡ്. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് മെട്രോയും ബസ്സും ആണ്. അതിന് ഡീറ്റെയിൽ വീഡിയോ ഞാൻ പ്രീവിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആരെയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് കാണുക കേട്ടോ. ദുബായിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട വീഡിയോസാണ് അതൊക്കെ. ഓക്കെ, പിന്നെ ഇവിടെയെന്ന് പറയുമ്പോൾ ഞാൻ സെൽഫ് കുക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വലിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടില്ല, കാരണം ഞാൻ കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ എനിക്ക് കുക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഇവിടെ ഞാൻ വെറുതെ ഇരിക്കുകയാണ്, എനിക്ക് ജോബോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. 1 വീക്കായി വന്നിട്ട് ഞാൻ ഇതുവരെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഗൈസ്. ഞാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഒരുപാട് ജോബിന് അപ്ലൈ ചെയ്തു, ഇതുവരെയായിട്ടും കോൺടാക്റ്റോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല എന്നെ. പിന്നെ ഇപ്പോൾ പെരുന്നാളിൻ്റെ ലീവാണ് 4 ദിവസം. ഇനി മൺഡേ ആയിരിക്കും എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. പിന്നെന്താ, പിന്നെ ഞാൻ CV ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ CV ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് അപ്ഡേഷൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തെങ്കിലും അപ്ഡേഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ സിമ്മിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ മെയിൽ ത്രൂ ആയിരിക്കും അവർ നമ്മളെ ഇൻഫോം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ എന്താണ്,
ഓൺലൈനായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാനുള്ള ആപ്പ് തന്നെയാണ്. ഇൻഡീഡ്, അതുപോലെ തന്നെ ലിങ്ക്ഡ്ഇൻ, അതുപോലെ നൗകറി, ഇങ്ങനത്തെ ഒരു ആപ്പിലാണ് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ റൂമിനെ കുറിച്ച് പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ഏജിലുള്ള ആൾക്കാരൊന്നുമല്ല. അതായത് ഞാനാണ് ഇവിടെ ഏറ്റവും ചെറിയൊരു കുട്ടി. പിന്നെ ഇവിടെ ഒരു 30 എബോ ആയിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റേതായ ഇഷ്യൂസും കാര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നമ്മുടെ ആ ഒരു വൈബിന് പറ്റിയ ആൾക്കാരല്ല. പിന്നെ ഇവർ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്, ബിഹേവിങ് ഡിഫറെൻ്റ് ആണ്, എല്ലാതും. നമ്മളെ ഹോസ്റ്റൽ ലൈഫിനെ വെച്ചിട്ട് ഇത് ഒരിക്കലും കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഹോസ്റ്റൽ ലൈഫ് എന്ന് ഞാൻ പറയുന്നത് എന്താണെന്നറിയാം, നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഇവിടെ ഉണ്ടാവില്ല. എനിക്കാണ് നാട് മിസ് ചെയ്യുക, വീട് മിസ് ചെയ്യുക, അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല. കാരണം എൻ്റെ മൈൻഡ് സെറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റ് വേയിൽ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ, നമ്മൾ സെറ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ എനിക്കങ്ങനെ മിസ്സിങ് ഇല്ല. മിസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക തന്നെയുള്ളൂ. നമുക്ക് തീർച്ചയായിട്ടും ഉള്ളിൽ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ. പക്ഷേ വീഡിയോ കോൾ ചെയ്യലൊക്കെ ഭയങ്കര കുറവാണ്. ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ജോബ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പഠിച്ച ഫീൽഡിലാണ് ഇവിടെ ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എവിടെയെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ 8 പേരുണ്ട്. ആ ഒരു 8 പേരുടെ ബെഡ് സ്പേസ് ആണുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു 7 പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ 7 പേരുടെയും ക്യാരക്ടർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പിന്നെ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. മാക്സിമം വെച്ചാൽ അത്രയും മാക്സിമം. പിന്നെ നമ്മൾ പുതിയതായിട്ട് വന്ന കാര്യം തന്നെ നമുക്കൊന്നും പറയാനുള്ളൊരു സ്പേസോ കാര്യങ്ങളോ ഇല്ല. ഞാൻ പതുക്കെ ഇങ്ങനെ റൂമൊക്കെ മാറണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നടക്കുമെന്ന് അറിയില്ല. നടക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ജോബ് വേഗം കിട്ടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ 1 വീക്ക് ഓഫ് എന്താ പറയുക ദുബായ് ലൈഫ് ഇതൊക്കെ ആയിരുന്നു എൻ്റെ. ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും മെയിനായിട്ട് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. നിങ്ങൾക്ക് ജോബിൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിലും കുറച്ചും കൂടി എളുപ്പം അതാണ്. ഒരു ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. എൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പുറത്തേക്ക് വരില്ല. സംഭവം നമുക്കറിയാം. പക്ഷേ നമുക്കിങ്ങനെ ടെൻഷനാണ്, എന്താ പറയുക, സംസാരിച്ചാൽ തെറ്റിപ്പോകുന്നുള്ളത്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ അധികം ഗ്രാമറൊന്നും ഇല്ലാത്ത ഇംഗ്ലീഷാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ എന്നാലും ടെൻഷനൊന്നും അടിക്കാതെ ഇപ്പം കുറച്ചൊക്കെ ഇൻട്രാക്ട് ചെയ്തു തുടങ്ങി. പിന്നെ ഇങ്ങനെ സംസാരിച്ച് നമ്മൾ ഫ്ലുവൻ്റ് ആവും. അപ്പോൾ നിങ്ങളൊന്ന് ഇംഗ്ലീഷൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കാം. പിന്നെ മാക്സിമം നമ്മൾ നമ്മുടേതായ കാര്യം നോക്കിയും കണ്ടു നിൽക്കുക. വേറൊരു കാര്യത്തിൽ ഇടപെടാതിരിക്കുക. അതാണ് ഏറ്റവും നല്ല കാര്യം. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിട്ട് ഇരിക്കുക. നമ്മുടെ ഒരു പ്രൈവസി എന്ന് പറയുന്നത് ഈ ഒരു ബെഡ് സ്പേസിലാണ്. ഇതാണ് എൻ്റെ ബെഡ് സ്പേസ് വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഒരു ബെഡ് സ്പേസ്, ഇതാണ് നമ്മുടെ പ്രൈവസി, ഇതാണ് പ്രവാസി ജീവിതം ഗൈസ്. പിന്നെ നമുക്ക് ജോബൊക്കെ കിട്ടി പതുക്കെ നമ്മൾ എവിടേക്കെങ്കിലും ഷിഫ്റ്റ് ചെയ്യുക. നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ജോലി ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാക്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായ കാലിൽ നിൽക്കുക, റൂമൊക്കെ നോക്കി നിൽക്കുക. പിന്നെ പതുക്കെ അവിടെ നിന്നൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കുക. അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പം കറൻ്റ്ലി ഇതാണ് എൻ്റെ ലൈഫ്, ഇതാണ് എൻ്റെ ലോകം, ദുബായ് ലൈഫ് ഇതാണ്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് വൺ ഡേ നമ്മൾ വിചാരിച്ച ലൈഫ് നമുക്ക് കിട്ടും, വിചാരിച്ച ജോബ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങിലാണ്. എന്തെങ്കിലും അപ്ഡേഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ആരെങ്കിലും ദുബായിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.